ചായ ചൂട് കുറവാ. നീ ചായ കൂടി. മോളെ, കെട്ടിച്ചോട്ട വീട്ടിൽ നിന്ന് നീ പിണങ്ങി വന്ന് നിൽക്കുന്ന വിവരം ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നോട് ഞാൻ അറിയാൻ. നിനക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു? അച്ഛൻ ആ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തെ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയെങ്കിൽ അച്ഛന് കാര്യം മനസ്സിലായാലല്ലോ. ഞാനെന്തോ ജോലിച്ചിലാണോടി? അച്ചാച്ചോ, ഇവര് ഭയങ്കര ഏട്ടായും ബാവച്ചിയായിരുന്നല്ലോ. ഇപ്പോഴും ഏട്ടായും വാവച്ചിയും ഒക്കെ തന്നെ. പക്ഷെ തുടക്കത്തിലുള്ള റൊമാൻസ് ഇപ്പോ ഇല്ല. ട്രൂ ലവ് ആയിരുന്നോ എന്നൊരു സംശയമുണ്ട്. റൊമാൻസ് ഇല്ലെന്നും. ആദ്യത്തെ റൊമാൻസ് പിന്നെ കിടത്തില്ല. അതെല്ലാ വീട്ടിലും അങ്ങനെ. നിങ്ങൾ രണ്ടുപേരും ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ഈ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കും അവള്. ആര്? നിങ്ങളുടെ അമ്മ. പൂമുഖവാതിക്കൽ സ്നേഹം വളർത്തുന്ന പൂന്തിങ്ങളാണ് ഭാര്യ എന്നും പറഞ്ഞ് ഈ ഗേറ്റിന്റെ വാതിൽ വന്ന് നിൽക്കും. അമ്മച്ചി പാട്ട് പാടും. ഉഗ്രം പാട്ട് പാടും. എനിക്ക് ചവിട്ട് നിർത്തിച്ചില്ലേ? നീ അളിയും തമ്മിൽ എന്ത് ശരിക്കുള്ള പ്രശ്നം? എടാ, നിന്റെ അളിയൻ ഒരു ക്രിഞ്ചനാടാ. ക്രിഞ്ചനോ? മൊണ്ണയാണ് മൊണ്ണ. മൊണ്ണയോ? തീർത്ഥം മൊണ്ണേഷ്. നീ പറ. ആര് കാശ് ചോദിച്ചാലും അങ്ങനെ വാരി കോരി എടുത്തോ കൊടുക്കും. എടാ, എന്റെ കെട്ടിയോന്റെ ATM-ന്റെ പിൻ നമ്പർ ആ നാട്ടുകാർക്ക് മൊത്തം അറിയാം, എനിക്കൊഴിച്ച്. അതൊക്കെ ഓർത്ത് വെക്കണ്ടേ? അച്ഛാ, അത് ചോദിച്ചാ അങ്ങനെ എന്നെ തല്ലിയത്. തല്ലി കൈ വെച്ചു. എന്നെ അടിച്ച്. അച്ഛാ, അച്ഛനറിയാലോ, ഒറ്റ മൂട് പെങ്ങളേ ഉള്ളു. എനിക്ക് ഒറ്റ മൂട് പെങ്ങള്. നിന്റെ അമ്മയുടെ നിർബന്ധത്തെ പ്രസവം നിർത്തിയില്ലെങ്കിൽ എനിക്ക് ഒരുപാട് പെങ്ങന്മാർ കണ്ടേനായിരുന്നു, അറിയാമോ? അതല്ല, ഒരു 2 എണ്ണം അയാൾക്ക് കൊടുക്കണോ അച്ഛാ? അവന്റെ കിഡ്നി ഇടിക്കാൻ മേളിൽ കേട്ടു. ഒരു മാറ്റമില്ല. അച്ഛൻ ബൈക്കർ നേരെ അളിയന്റെ വീട്ടിലോട്ട് പോകും. അങ്ങോട്ട് പോകരുത്. അച്ഛന് പേടിയാണോ? അച്ഛന് പേടിയാണോ? അവന്റെ ബന്ധുക്കളെല്ലാം അവിടെ ഉണ്ട്. ഇത് ഞായറാഴ്ചയും കൂടാ അവന്മാർ നമ്മൾ ഇടിച്ച് സൂപ്പാക്കും. അങ്ങോട്ട് പോകണം. ഞാൻ നൈസിൽ അവനെ ഇനി വരുത്താം. ഇവിടെ വന്നിട്ട് നമുക്ക് അവനെ കൈകാര്യം ചെയ്യാം. പട്ടി അടിക്കുന്ന പോലെ നമ്മൾ അവനെ അടിക്കുന്നു. അത്രേ ഉള്ളൂ. മതിയല്ലോ. അത് മതി. അവനെ സൂപ്പാക്കും. രൂപ തരാം. അതുകൊണ്ടല്ല, 5 കിലോമീറ്റർ ഉണ്ട് അവിടെ. എടോ, ഞാൻ ഇത്ര നേരം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ ഇപ്പം 6ടെ മരുമോനാന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ 200 രൂപ കുറയ്ക്കും. 6 മരുമോന എന്തോ 200 രൂപ അങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നു. എടോ, ദിവാരമാഷിൻ്റെ മരുമോനാ. ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല. ഏത് ദിവാരം? ദിവാരമാഷിൻ്റെ വീടായത്. ഞാനത് പറഞ്ഞാൽ ഇനി 100 രൂപ നിങ്ങൾ കുറയ്ക്കുന്ന എനിക്കറിയാം. ഞാൻ പിന്നെ ഏത് ദിവാരനാന്ന് പറഞ്ഞു? ജീവിച്ച സർവങ്ങനെ പഠിപ്പിച്ച ദിവാരമാഷില്ലേ? ആ 4 രൂപയാണോ? പിന്നെ എന്നെ ചോദിച്ചാൽ പെൻഷനും പോകാന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ATM-ന്റെ ഫ്രണ്ടിൽ കൂടെ പുറകെ കൂടെ ഒറ്റ ഓട്ടോ വന്നു. പിന്നെ ഞാൻ കണ്ടപ്പോൾ പൈസ എന്തെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറയുക കാലത്ത് തരാമെന്ന്. രാവിലെ ഒന്ന് മേടിച്ചാൽ പറയാം. കാലത്ത് ഞാൻ ചെന്നു. അന്നേരം കണ്ടപ്പോൾ പറയാം പൈസ ഉണ്ടാകുന്ന കാലത്ത് തരാമെന്നാ പറഞ്ഞത്. അവനെ ഒന്ന് കാണട്ടെ, നാറിയെന്ന് കണ്ടിട്ടേ. അത് പിന്നെ മേടിയില്ലേ, ഞാൻ ഇപ്പോൾ വേറെ ആവശ്യത്തിന് വന്ന. പിന്നെ വരുമാനല്ലേ? വരുമാനാ. അതുകൊണ്ടാണ് നിങ്ങൾ ആയിക്കോട്ടെ, ഞാൻ കണ്ട അത്രയൊന്ന് പറഞ്ഞേരെ. ശരി, ഓക്കെ. ശരി. അയ്യോ, പൈസ തന്നില്ല. പൈസ 200 ഉണ്ടോ? 200 ഉണ്ട്. ഷെഫീഖൊക്കെയാണോ? ഷെഫീഖൊക്കെ? ഫെവിക്കോ? ഫെവിക്കിക്കല്ല, ഷെഫീഖിക്ക് എന്റെ പേരാ. മിണ്ടണ്ട, അവന് കയറി വരട്ടെ. അകത്തിട്ട് ഉമ്മ വന്ന് വെളിയിലിട്ട് നാട്ടുകാരെ കാണും. ഇരിയടാ. അയ്യോ, ചൂടൊന്ന് വെച്ചോണ്ടല്ലോ. ആ ഓട്ടോയ്ക്കകത്ത് കയറി ഇനി വരാനും വരുത്തിക്കാനൊന്നുമില്ല. പിന്നെ എന്തുണ്ട് ഇത് കവറിനകത്ത്? കവറിനകത്ത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ എബിയുടെ അവിടെ ഇറച്ചി വെട്ട് ആട്ടിറച്ചിയാണ്. 3-3.5 കിലോ ഉണ്ട്. നമുക്ക് കുറയ്ക്കത്തില്ല അവൻ. എല്ലാ തവണയും കിട്ടുമ്പോൾ എന്നെ വിളി. ഞാനിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇല്ല, കവറിനകത്ത്. ഇതിനകത്ത് ആറ്റുവാള. അച്ഛന് വാള ഇഷ്ടമില്ല. നമ്മുടെ ഓമനക്കോട്ടൻ അവിടെ നിന്ന് പാലത്തെ ഇരുന്നുണ്ട് മീൻ പിടിക്കുന്നു. ചത്തിട്ടില്ല. ചത്തിട്ടില്ല. പിന്നെ നല്ല തേങ്ങയൊക്കെ കൊണ്ട് അരച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയത് വാളക്കറി. ഇതിനകത്ത് വേണ്ടേ വെക്കാടി, ലെമൺ. ഇത് വേണ്ട ഒരാൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്ന. അപ്പോൾ ഇത് വെച്ച് നമ്മൾ 3 പേരോട് അങ്ങ് പൊളിക്കുന്നു. ഇന്നത്തെ ദിവസം അടിച്ചങ്ങ് പൊളിക്കും. എന്താ പറയുന്നത്? എടി, ഇതങ്ങ് അടുത്ത അകത്ത് വെച്ചടി. മോളെ, ഇതെല്ലാം അകത്തോണ്ട് പോയി 2 ഗ്ലാസ് കൊടുത്തിട്ടുണ്ടോ? 3 ഗ്ലാസ് എടുത്തുണ്ടോ മോളെ? 3 ഗ്ലാസ്. നിങ്ങൾ രാവിലെ വിളിച്ചിരുന്നുണ്ടല്ലോ, ഞാൻ രാവിലെ ഇങ്ങ് വന്നേനെ. രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പം ഇത് തീർന്നേനെ. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ആ ഗൾഫുകാരൻ നിന്ന് സാധനം എടുക്കാമായിരുന്നു. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നമ്മളങ്ങ് പൊളിച്ചനെ. അതൊന്നും പറ്റിയില്ലല്ലോ. ഇനി പൊഴിക്കേ? ഇനി പൊഴിക്കാം. എന്നിട്ട് ഒഴിച്ചു കുറച്ച് വെള്ളം ഒഴിവാണ്. പിടിച്ചങ്ങോട്ട് അല്ലെ, പിടിച്ചേങ്ങോട്ട്. പിടിക്കളിയങ്ങോട്ട്.
അച്ഛനെന്തായിട്ട് പറയണമെന്ന് പറഞ്ഞേ? അല്ലേ, രണ്ടെണ്ണം ഈസിയായിട്ട് പറഞ്ഞു. അച്ഛന്റെയും ചേട്ടന്റെയും ഒക്കെ സ്വഭാവം അറിയാമല്ലോ അമ്മയ്ക്ക്. അറിയാം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അടിയാ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നില്ല, അവിടെ ആകെ പ്രശ്നമാ. പോട്ടെ. One hour later. ചക്കി എന്തൊരു ചെമ്പാരുന്നവളോ തകതയ്യ, തന്നെ തന്നെ ചികിപ്പനച്ചവളോ തകതയ്യ, തന്നെ തന്നെ ചികിപ്പനച്ചവളോ തകതയ്യ, തന്നെ തന്നെ മുട്ടയുമിട്ടവളോ തകതയ്യ, തന്നെ തന്നെ മുട്ടയുമിട്ടവളോ തകതയ്യ, ചെമ്പാരുന്നവളോ തകതയ്യ, ചക്കി എന്തൊരു ചെമ്പാരുന്നവളോ തകതയ്യ.